ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. മുട്ട മസാലയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്. കുറഞ്ഞ സമയവും കുറഞ്ഞ ചേരുവകളും മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇരുമ്പിൻ്റെതാണ്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് കുറച്ചുകൂടി ചേർത്തിട്ട് കറക്റ്റ് 1 ടീസ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുരുമുളക് പൊടി ഇതിൽ സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പൈസിയാണ്, വളരെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടികളൊന്ന് മൂത്ത് വരുന്നത് കാണുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാടമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് മുട്ട കൊണ്ടും നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇത് കാടമുട്ട വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളതും ഇത് കാടമുട്ട വെച്ചിട്ടുള്ളത് ആ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് കഴിച്ചിട്ടുള്ളത്. അതുകൂടി നല്ലതുപോലെ ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. കഴിഞ്ഞിട്ടില്ല, ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് കുറച്ചുകൂടി കൂടാനായിട്ടാണ്. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത മസാലയൊക്കെ മുട്ടയിലേക്ക് പിടിച്ചെന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് സവോള കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോളയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് നമ്മൾ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ ഹോട്ട് ചില്ലി സോസോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ 1 ടീസ്പൂൺ അളവിൽ മിക്സ്ഡ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല റെഡി ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നല്ലതുപോലെ മുട്ടയിലക്കായ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറഞ്ഞ സമയം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.